ഗൈസ്, MS Excel വീഡിയോസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഈഫ്സ് എന്നീ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എക്സാമ്പിൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം എക്സാമ്പിളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൗണ്ട് ചെയ്യുന്നത് സമ്മോ എവറേജോ അല്ല, കൗണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് സെൽസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അതായത് ഇവിടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം കൗണ്ട് ചെയ്യാൻ പോകുന്നത് ഇത് നമ്പർ മാത്രം കൗണ്ട് ചെയ്യാനാണ്. ഫസ്റ്റ് നമ്പർ മാത്രം കൗണ്ട് ചെയ്യാനുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു കൊടുക്കുക, കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൗണ്ട്സ് ദി നമ്പർ ഓഫ് സെൽസ് ഇൻ എ റേഞ്ച് ദാറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ്. അതായത് റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്താൽ അതിൽ നമ്പർ ഉണ്ടാകുന്ന സെൽസ് മാത്രമേ അത് കൗണ്ട് ചെയ്യും. അല്ലാത്ത ഇപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ കൗണ്ട് ഉള്ള ഫോർമുല ഉദ്ദേശിക്കുന്നത് നമ്പറിനെ കൗണ്ട് ചെയ്യാനാണ്. ഓക്കെ, അതിനുശേഷം എനിക്കിപ്പോൾ ഈ ഒരു റേഞ്ചാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ 9 കിട്ടി. അപ്പം 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 9 സെൽസ് ഉള്ള അതിൻ്റെ അകത്തെല്ലാം ഈ 9 സെല്ലുകളിലും നമ്പർ ഉണ്ട്, നമ്പർ ഫീൽഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ 8 ആയി. ഓക്കെ, അപ്പം ഇവിടെ ഇനിയിപ്പോൾ ടെക്സ്റ്റ് അടിച്ചാൽ പോലും ടെക്സ്റ്റിന് അത് കൗണ്ട് ചെയ്യില്ല, ജസ്റ്റ് നമ്പറിനെ മാത്രമാണ്. ഇനിയിപ്പോൾ നമ്പർ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, കണ്ടോ, നമ്പറിനെ മാത്രം കൗണ്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ട് സെൽസ് വിച്ച് ആർ നോട്ട് എം ടി അല്ലാത്ത സെല്ലിനെ കൗണ്ട് ചെയ്യണം. അപ്പം അന്നേരം നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിനും കൂടെ കൗണ്ട് ചെയ്യാം. ഈക്വൽ ടു കൗണ്ട് എ. ഓക്കെ, കൗണ്ട് എ എന്ന് കൊടുക്കണം. ബ്രാക്കറ്റിൽ എനിക്ക് ഏത് റേഞ്ച് ഓഫ് സെല്ലിനെയാണ് ഇപ്പം കൗണ്ട് ചെയ്യേണ്ടത്, ഈ ഒരു റേഞ്ച് കൊടുക്കാം. ഓക്കെ, വിച്ച് ആർ നോട്ട് എം ടി എന്നാണ് പറയുന്നത്. അതായത് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് വിച്ച് ആർ നോട്ട് എം ടി എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് സോൾഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് റേഞ്ച്. ഇപ്പോൾ 9 എണ്ണം ഉണ്ട്. ഓക്കെ, 9 എണ്ണം ഉണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ കൗണ്ട് ചെയ്യലിൻ്റെ പ്രത്യേകത അത് രണ്ടും നമ്പറിനെയും കൗണ്ട് ചെയ്യും, ടെക്സ്റ്റിനെയും കൗണ്ട് ചെയ്യും. എം ടി അല്ലാത്ത എല്ലാ സാധനത്തിനും കൗണ്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എക്സ്പീസ് അടിച്ചിട്ട് ഞാൻ ഇനി ഇവിടെ നോട്ടിട്ട് ഫുള്ള് സെലക്ട് ചെയ്യുന്നു. എത്ര എണ്ണം ഉണ്ട് നോക്കാം. ടോട്ടൽ 18 എണ്ണം. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് എം ടി ആക്കുന്നു, ഡിലീറ്റ് ഉണ്ടോ 17 ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കൗണ്ട് ബ്ലാങ്ക്. അതായത് റേഞ്ച് ഓഫ് സെൽസിൽ എത്ര ബ്ലാങ്ക് സെൽസ് ഉണ്ട്. നമ്മൾ ഇത്രയും കൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് നമ്പറിനെ കൗണ്ട് ചെയ്തു. നെക്സ്റ്റ് സെൽസ് വിച്ച് ആർ നോട്ട് എം ടി അല്ലാത്ത സെൽസിനെ മാത്രം കൗണ്ട് ചെയ്തു. ഇനി എം ടി ആയ സെല്ലിനെ കൗണ്ട് ചെയ്യണം. അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള സെൽസിനെ കൗണ്ട് ചെയ്യണം. എത്ര ബ്ലാങ്ക് സെൽസ് ഉണ്ട്. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്. അപ്പം ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള സെൽസ് ഒന്നുമില്ല, നമുക്ക് ബ്ലാങ്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ബ്ലാങ്ക് ആയിട്ടുള്ള സെൽസ്. അപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഒന്നുമില്ല. ഇവിടെ 2 വന്നു ആ രീതിയിൽ. ഓക്കെ, അപ്പം ബ്ലാങ്ക് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് ബ്ലാങ്ക് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഈഫാണ്. കൗണ്ട് ഈഫിലും നമ്മൾ കണ്ടീഷൻ കൊടുക്കും. ആ ഡിഫറൻസിന് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ കൊടുക്കും. അപ്പം ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പ്രോഡക്റ്റ് സോൾഡ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോക്കുന്നത്. അപ്പം പ്രോഡക്റ്റ് നെയിം, ഹൗ മെനി പ്രോഡക്റ്റ് സോൾഡ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ എമൗണ്ട് ആണ്, ഇതിപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ടാണ്, അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മെനി പ്രോഡക്റ്റ് സോൾഡ് ആണ്. എത്ര ഷർട്ട് സെല് ചെയ്തു, എത്ര പാൻസ് സെല് ചെയ്തു, ടീഷർട്ട് എത്ര സെല് ചെയ്തു, ആ രീതിയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ടു കൊടുക്കുക, കൗണ്ട് ഈഫ് എന്നുള്ള ഫോർമുല ഉണ്ട്, കൗണ്ട് ഈഫ് കൊടുക്കുക. അപ്പോൾ ഞാൻ കണ്ടീഷൻ ആദ്യം സ്പെസിഫൈ ചെയ്യണം, എന്നാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യാം. ഈ റേഞ്ച് ഓഫ് സെൽസിന് നമ്മൾ സെലക്ട് ചെയ്യാം, കോമ ഇട്ട് കൊടുക്കുക. ഏതാണ് ഷർട്ടല്ല വേണ്ടത്. ഓക്കെ, ഷർട്ട്. ഓക്കെ, 3 സെല് ചെയ്തിട്ടുണ്ട് നമ്മൾ. പ്രോഡക്റ്റ് സോൾഡിൽ 3 എണ്ണം, ഷർട്ട് 2 3 ഷർട്ട് സെല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റും സിമിലർ പാറ്റേൺ തന്നെ നമ്മൾ പാൻസ്, ഷർട്ടിന് പകരം നമ്മൾ പാൻസ് ഈ റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് പാൻസ് കൊടുക്കുക, ടീഷർട്ട് കൊടുക്കും ആ രീതിയിൽ.
അപ്പം ഞാൻ കഴിഞ്ഞ എല്ലാ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇത് കൊടുക്കും, ഈ ഒരു സെല്ല് കൊടുക്കും. അതിന് ശേഷം ഈ റേഞ്ച് നമ്മൾ ലോക്ക് ചെയ്യുക, F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യാം. ഇപ്പുറത്തും ലോക്ക് ചെയ്യാം, F4 അടിച്ചിട്ട്, കീബോർഡിൽ F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യാം. ഇനി എൻ്റർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, അല്ല ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഷർട്ട് ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി പാൻസ് സെലക്ട് ആയിട്ടുണ്ട്, ടീഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ റേഞ്ച് ഓഫ് സെൽസിനെ ഇതിന് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളൂ ഈ ഫോർമുല നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് കൗണ്ട് ഈഫ്സ് ആണ്. സെയിം, അതായത് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാം. കൗണ്ട് ഈഫ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. സിമിലർ എക്സാമ്പിളിൽ ഞാൻ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ എവറേജ് ഈഫും സം ഈഫെല്ലാം ചെയ്ത അതേ സെയിം എക്സാമ്പിളിനാണ്. ഷർട്ടിൽ പ്രോഡക്റ്റ് നെയിം ഷർട്ടാണ്, കളർ ബ്ലാക്ക് ആണ്. എത്ര ബ്ലാക്ക് കളർ ഷർട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്, എണ്ണം നമുക്ക് വേണ്ടത്. പ്രോഫിറ്റിന് ഇതല്ല, എണ്ണം മാത്രം. അപ്പം ഈക്വൽ ടു കൊടുക്കുക, കൗണ്ട് ഈഫ്സ് കൊടുത്തിട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് റേഞ്ച് ക്രൈറ്റീരിയൻ്റെ റേഞ്ച്. ആദ്യത്തെ ക്രൈറ്റീരിയൻ്റെ റേഞ്ചാണ്. ആദ്യത്തെ ക്രൈറ്റീരിയൻ്റെ റേഞ്ച് ഷർട്ട്, ക്രൈറ്റീരിയ റേഞ്ച്, ഒന്നാമത്തെ ക്രൈറ്റീരിയ റേഞ്ച് ഷർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് കളറിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് കളറിൻ്റെ ഷർട്ട് എത്ര എണ്ണം സെല് ചെയ്തെന്നല്ല നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോറി, 2 പ്രാവശ്യം ബ്രാക്കറ്റ് അടിച്ചിട്ടുണ്ട്, യെസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഷർട്ട് ബ്ലാക്ക് ഷർട്ട് എത്ര പ്രാവശ്യം സെല് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 7 പ്രാവശ്യം സെല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഷർട്ടുകൾ ഇവിടെ ഫിൽട്ടർ ചെയ്യാം, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ 7 എണ്ണം വന്നിട്ടുണ്ട്, 7 എണ്ണം. ഓക്കെ, 7 പ്രാവശ്യം സെല് ചെയ്തിട്ടുണ്ട്, 7 ഷർട്ട് സെല് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ. ഓക്കെ, അപ്പോൾ ഇത് സെയിം പാറ്റേണിൽ നമ്മൾ ചെയ്യുക. ഷർട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാം. ഇനി ബ്ലാക്ക് കളർ മാറ്റിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സെയിം സംഭവം തന്നെയാണ്. ഇതിൻ്റെ സെൽ വാല്യൂ ലോക്ക് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ടേബിളിലെ സെൽ വാല്യൂ എല്ലാം ലോക്ക് ചെയ്യാം. സെൽ വാല്യൂ ലോക്ക് ചെയ്യാം, F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യാം. രണ്ടാമത്തെ F4 അടിച്ചിട്ട് ലോക്ക് ചെയ്യാം. അത് ക്രൈറ്റീരിയ റേഞ്ച് ലോക്ക് ചെയ്ത് നോക്കുമോ. ക്രൈറ്റീരിയ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി പോകുന്ന രീതിയിൽ താഴെ ഓട്ടോമാറ്റിക്കലി വരുന്ന രീതിയിലാക്കും. അതിന് ശേഷം സൈഡിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഷർട്ട് 7 പ്രാവശ്യം സെല് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള എല്ലാ ഡേറ്റയും ഈ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.